ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ബാംഗ്ലൂരിന്റെ തിരക്കേറിയ നഗരഹൃദയത്തിൽ ശ്വാസം പോലെ പച്ചപ്പുമായി നിലകൊള്ളുന്ന ഒരു ചരിത്ര സ്ഥലമാണ് കബൺ പാർക്ക്. കബൺ പാർക്കിലാണ് നമ്മളിപ്പോഴുള്ളത്. 1870 മൈസൂർ പ്രവർത്തക കമ്മീഷണറായിരുന്ന സർ ജോൺ മീഡ്സ് നഗരത്തിനൊരു ശാന്തതയുടെ ഇടം വേണം എന്ന ആവശ്യം തിരിച്ചറിഞ്ഞു. അങ്ങനെ പിറവിയെടുത്തു മീഡ്സ് പാർക്ക്. അതായിരുന്നു കബൺ പാർക്കിന്റെ ആദ്യത്തെ പേര്. പിന്നീട് പാർക്കിന്റെ ഭൂപരിപാടി രൂപകൽപ്പന ചെയ്തത് മേജർ ജനറൽ റിച്ചാർഡ് സാങ്കി. അദ്ദേഹത്തിന്റെ രൂപകൽപ്പന മരങ്ങളുടെ നിഴലും പുഷ്പങ്ങൾ വീണ പാതകളും നിറഞ്ഞ ഒരു പ്രകൃതി തോട്ടം. കാലം മാറി, പേര് മാറി. മീഡ്സ് പാർക്ക് കബൺ പാർക്കായി. മൈസൂരിന്റെ ദീർഘകാല കമ്മീഷണറായ സർ മാർക്ക് കബണിന് നൽകിയ ആദരവ്. 1927 വീണ്ടും പുതിയ പേര് ചാമരാജേന്ദ്ര പാർക്ക്. മുൻ രാജാവായിരുന്ന ശ്രീ ചാമരാജ വാഡിയാർക്ക് സമർപ്പിച്ച ആദര ചിഹ്നം. ഏകദേശം 300 ഏക്കറാണ് പാർക്കിന്റെ വിസ്താരം. നഗരത്തിന്റെ തിരക്കിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് അല്പനേരം ശാന്തമായി ഇരിക്കാൻ പറ്റിയൊരിടമാണിത്. പച്ചപ്പുള്ള മരങ്ങൾ, ശില്പങ്ങൾ, ഫൗണ്ടനുകൾ, പൂക്കുന്ന മരങ്ങൾ എന്നിവ കൊണ്ട് സമ്പന്നമായ ഈ പാർക്ക് നഗരത്തിന്റെ ശ്വാസകോശം തന്നെയാണ്. ചുവപ്പു നിറത്തിലുള്ള ഗോത്തിക് ശൈലിയിലുള്ള സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയാണ് നിങ്ങൾ ഈ കണ്ടത്. പ്രഭാത നടത്തത്തിനും ജോഗിങ്ങിനും മറ്റുമായി നിരവധി പേർ എത്താറുണ്ട് ഇവിടെ. പാർക്കിലെ പ്രവേശനം സൗജന്യമാണ്. വേണമെങ്കിൽ സന്ദർശകർക്ക് ദിവസവും ഇവിടെ എത്തി മനസ്സും ശരീരവും ഒന്ന് റിലാക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ബാംഗ്ലൂർ സന്ദർശിക്കുമ്പോൾ ഒഴിവാക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ ഒന്നാണ് കബൺ പാർക്ക്. ഇങ്ങോട്ട് വരുമ്പോൾ കബൺ പാർക്കിനോട് ചേർന്നുള്ള മറ്റു പ്രശസ്തമായ സ്ഥലങ്ങളും കാണാം. വിധാനസൗധ, കർണാടകയുടെ നിയമസഭാ കേന്ദ്രം, അത് ഈ പാർക്കിന്റെ നേരെ എതിർവശത്താണ്. പിന്നെ വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയം, അതും ഇവിടെ അടുത്താണ്. ഗവൺമെന്റ് ആർക്കിയോളജിക്കൽ മ്യൂസിയം, ഗവൺമെന്റ് അക്വേറിയം, ഇന്ത്യയിലെ ആദ്യത്തെ ലക്ഷറി മാളായ UB സിറ്റി, ഇവയെല്ലാം നമുക്ക് സന്ദർശിക്കാം. പിന്നെ കർണാടക ഹൈക്കോർട്ടിന് മുന്നിലൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മരങ്ങളുടെ തണൽ, പക്ഷികളുടെ സ്വരലഹരി, നിരവധി കഥകൾ ഒളിഞ്ഞിരിക്കുന്ന പാതകൾ, ഇവയെല്ലാം ചേർന്നതാണ് ഇന്നത്തെ കബൺ പാർക്ക്. അടുത്തു തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അവിടെ ടിക്കറ്റ് ഉണ്ട്. ടോയ് ട്രെയിനും മറ്റും അവിടെ കാണാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. 6:15 നമ്മൾ അവിടെ നിന്നും ഇറങ്ങി നഗരത്തിന്റെ തിരക്കിലേക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.